നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ഇന്ന് നമ്മളിപ്പോൾ കാണുന്നൊരു വിഷയം നമ്മുടെ മുകേഷ് MLA-ക്കെതിരെയുള്ള ഒരു വിഷയമാണ്. മുകേഷ് ഒരു ബലാത്സംഗ കേസിൽ ഒരു പ്രതിയാണെന്നും അതിനെതിരെ കുറേ ഡിജിറ്റൽ തെളിവുകൾ കിട്ടിയെന്നുമൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം, മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടില്ല. ആകെ കണ്ട ഒരാൾ നമ്മുടെ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം തുടക്കം മുതൽ ഇന്നുവരെയും ഓരോ കാര്യങ്ങളിലും പുരുഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തന്നെ, ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ വായടപ്പിക്കാനായിട്ട് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ടെന്ന് തന്നെ പറയാം. രാഹുൽ ഈശ്വർ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഘടന എന്തുകൊണ്ട് വേണം എന്ന് രാഹുൽ ഈശ്വർ പറയുന്നതിൻ്റെയും ഒരു പ്രധാന കാരണം ഇവയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെ ഈ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നു, അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ സാറുമാരെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ? ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണ്ടേ? ഇന്ന് ഈ കുറ്റം പറയുന്നത് നിങ്ങൾക്കല്ല, നാളെ ഇത് നല്ലതായി പോയി എന്നൊരു തോന്നൽ വരാം. ഈ രാഹുൽ ഈശ്വർ ഫെമിനിസ്റ്റുകളെ പറ്റിയും സർക്കാർ മുകേഷിന്റെ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ മുകേഷ് എന്ന് പറയുന്ന ആള് നമുക്കറിയാം, ഒരുപാട് നമ്മൾ പഴയ കാലം തൊട്ടേ കാണുന്നൊരു വ്യക്തിയാണ്. സിനിമകളിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം MLA ആയിട്ട് വരുന്നു, അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും എന്നതിന്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇരയാക്കി കാണിച്ചുകൊണ്ട്, അതൊരു ജസ്റ്റ് ഒരു പരാതിപ്പെട്ടതാണ്. ഉടനെ അയാളെ ആ ഒരു പെൺകുട്ടിയെ ഇരയാക്കിക്കൊണ്ടും മുകേഷിനെ പ്രതിയാക്കിക്കൊണ്ടും പല മാധ്യമങ്ങളിലും പല ഫോട്ടോസും പല ന്യൂസും വന്നിട്ടുണ്ട്. തംബ്നെയിലും അതേപോലെ തന്നെ അതിന്റെ ഒരു സബ് ടൈറ്റിൽ വരെയും മുകേഷ് തെറ്റുകാരൻ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. അത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇതിനെപ്പറ്റി രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഫെമിനിസ്റ്റുകളെ പറ്റിയും അദ്ദേഹം എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് കേട്ടു നോക്കാം. ശ്രീ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്തകളാണ് വരുന്നത്. ശ്രീ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത്? ആ പറയുന്ന സ്ത്രീ എത്ര പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന നാട്ടിൽ നമ്മുടെ നിയമവും നിയമ സംവിധാനവും ഉണ്ടെങ്കിൽ ഞാൻ കൂടി ഇരുന്ന ന്യൂസ് 18 ചർച്ചയിൽ ഈ വ്യാജ പരാതിക്കാരി അവർക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നു. ആ കേസിൽപ്പെട്ട പെൺകുട്ടിയുടെ പേര് അവർ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തു, പേര് പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും പോലീസിന് FIR ഇടാവുന്ന വകുപ്പാണ്. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ശ്രീ മുകേഷ് MLA-ക്കെതിരെയുള്ള വ്യാജ പരാതിയാന്ന് പറയാൻ നമുക്ക് നട്ടല് വേണം. എന്തുകൊണ്ടാണ് വ്യാജ പരാതിയാന്ന് പറയുന്നത്? ശ്രീ മുകേഷിനോട് വർഷങ്ങളോളം ഇവർ ബന്ധം സൂക്ഷിക്കുകയും വാട്സപ്പ് അയക്കുകയും സ്മൈലി അയക്കുകയും ഹാർട്ട് സ്മൈലി അയക്കുകയും കാശ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കാശ് ചോദിച്ചപ്പോ ശ്രീ മുകേഷ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ബ്ലാക്ക് മെയിലിങ്ങിന് ഒരിക്കലും മുകേഷ് വശംവദനാകില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പരാതി നൽകുന്നു. ഈ സ്ത്രീ എന്നല്ലേ ബാലേന്ദ്ര മേനോൻ സാറിനെതിരെ പരാതി നൽകിയത്? 71. ഈ സ്ത്രീ എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ഫേമസ് ആവാനും പൈസ പിണുങ്ങാനും വേണ്ടിയിട്ട് കാണിക്കുന്ന തന്തയില്ലായ്മയാണ് ഈ പറയുന്നത്. അല്ലാണ്ട് ഇവളൊരു പരാതിക്കാരിയോ അല്ല ഇരയൊന്നും അല്ല. ഇവക്ക് വേണ്ടുന്നത് പൈസയാണ്. അത് കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ മാനം പോയാലും കുഴപ്പമില്ല, എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള പേരിൽ അവൾ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ പല ആളുകളുടെയും പേരിൽ കേസ് കൊടുത്ത് ഇപ്പം ട്രെൻഡിങ്, അല്ലെങ്കിൽ ഇപ്പം MLA സ്ഥാനത്തിരിക്കുന്ന മുകേഷിനെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുകേഷിന് ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. മുകേഷ് പൈസ കൊടുക്കുന്നത് വിചാരിച്ച് കാണണം. അങ്ങനെ വിചാരിച്ചതിന്റെ ഭാഗമായിട്ട് പക്ഷെ മുകേഷ് കൊടുത്തില്ല, മൂഞ്ചിപ്പോയി. അപ്പോൾ എന്താണ് ഇപ്പോൾ ആ ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ആളുകൾ. അപ്പൊ നമുക്ക് അതിന് ബാക്കി കേട്ട് നോക്കാം. അത് നൽകി കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെ തള്ളിക്കളയണം. ശ്രീ മുകേഷ് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, സുരേഷ് ഗോപി BJP-കാരനായിരിക്കാം, എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ്സുകാരനായിരിക്കാം. പക്ഷെ ഇവരെല്ലാം മനുഷ്യരാണ്. ഇവരെല്ലാം അവരുടേതായ കുടുംബങ്ങളുള്ളവരാണ്. ഇവർക്കെതിരെ വ്യാജ പരാതി പല ആംഗിളിലും വരുമ്പോൾ അത് എതിർ പാർട്ടിക്കാൾ സെലിബ്രേറ്റ് ചെയ്യുക അല്ല വേണ്ടത്. അവിടെയാണ് വിശ്വപൗരൻ ശ്രീ ശശി തരൂർ സാർ ആദ്യം ശ്രീ മുകേഷിന്റെ കേസിന്റെ ഘട്ടത്തിൽ ശക്തമായി പറഞ്ഞു, ശ്രീ മുകേഷ് രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല, കാരണം അത് കോടതി പറയട്ടെ. ശ്രീ സുരേഷ് ഗോപി BJP-യുടെ MP ആണ്, മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു ശ്രീ മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല. CPM-കാര് ശക്തമായി മുകേഷിനെ പിന്തുണയ്ക്കണം. വിഷയത്തിൽ എനിക്ക് CPM-കാരോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമാണ്, നമ്മൾ അടിയാണ്. പക്ഷേ പുരുഷൻ അങ്ങനെ പ്രശ്നം വരുമ്പോ നിങ്ങൾ സഹായിക്കാനും സഹകരിക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം, നമ്മുടെ സുരേഷ് ഗോപി ഒരു മാധ്യമ സമ്മേളനത്തിനിടയിൽ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവെക്കുന്നുണ്ട്. അതിനെ എന്തൊക്കെ രീതിയിലാണ് വളച്ചൊടിച്ചത്? അത് സുരേഷ് ഗോപി ലൈംഗിക ചുവയോടുകൂടി തൊട്ടു, സ്പർശിച്ചു, നോക്കി. അത് സുരേഷ് ഗോപിക്ക് അത് മകളോടുള്ള വാത്സല്യമായിരുന്നില്ല. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ആ പരാതിക്കാരി വരെ പറഞ്ഞു. ഇത് എന്തൊരു ചെറ്റ വർത്തമാനങ്ങളാണല്ലേ പറയുന്നത്. ഇതിനൊക്കെ പ്രതികരിച്ചുകൊണ്ട് അതിന് മുന്നേ വരാൻ ഒരു സംഘടന നമുക്ക് വേണം. അതില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ബാക്കി കേട്ടോ. നിങ്ങൾ എന്തിനാ ഈ പാർട്ടി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇപ്പം പറയുന്നത് പോലീസുകാർ ഡിജിറ്റൽ തെളിവ് കണ്ടെത്തി. എന്തോന്ന് ഡിജിറ്റൽ തെളിവ് കണ്ടെത്തി? ആ സ്ത്രീ ഇവർക്ക് അയച്ച മെസ്സേജ് അതേപോലെ തിരിച്ചയച്ച മെസ്സേജ് കണ്ടെത്തിയല്ലേ? എന്തോന്ന് ഡിജിറ്റൽ തെളിവ് കണ്ടെത്തി എന്നാ പറയുന്നത്?
പക്ഷേ പോലീസുകാരടക്കം ആരും നമുക്ക് വേണ്ടി റിസ്ക് എടുക്കില്ല. അത് CPM കാരനായ മുകേഷിനും അത് കോൺഗ്രസ്സുകാരനായ എൽദോസിനും അല്ലെങ്കിൽ VIP കാരനായ ശ്രീ സുരേഷ് ഗോപിക്കും. അദ്ദേഹം തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായത് ഓർമ്മ കാണും. 10-12 ക്യാമറ നിൽക്കുമ്പോൾ സെക്ഷൽ താല്പര്യത്തോടെ തോളിൽ കൈവച്ചു എന്നും അത് സെക്ഷൽ അസോൾട്ട് ആണെന്നും ഒക്കെ പറഞ്ഞ് ആ പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തു. എന്തുതരം ഭ്രാന്തിലേക്കാണ് ഈ നാട് പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യൻ ആകാം, CPM ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം. ഈ ഫെമിനാസിസമാണ് ഈ നാടിന്റെ ശത്രു. ഈ ഫെമിനിസ്റ്റുകളാണ് ഈ നാടിന്റെ ശത്രു എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ഈ ഫെമിനിസ്റ്റുകൾക്ക് ദൈവമില്ല, കുടുംബമില്ല, സംസ്കാരമില്ല, വിശ്വാസമില്ല. ഇവർ നമ്മുടെ സംവിധാനങ്ങളെ, നമ്മുടെ കുടുംബ സംവിധാനത്തെ, സംസ്കാര സംവിധാനത്തെ, ധാർമ്മികതയെ, പുരുഷന്മാരെ, കുടുംബത്തെ എല്ലാം നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ചിന്തയുള്ളവരാണ്. ഈ ഫെമിനാസിസത്തെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. ആ ഫെമിനാസികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് പൂർണ്ണമായും ശ്രീ മുകേഷിനെ പിന്തുണയ്ക്കുന്നു. കേരളത്തിന്റെ കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളീയ കലാമേഖലയിൽ, സിനിമാ മേഖലയിലൊക്കെ എത്രയോ വർഷം നമുക്ക് പ്രിയപ്പെട്ട ശ്രീ മുകേഷാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ ആരോപണം വരുമ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, ശക്തമായി പ്രതിരോധിക്കണം. നാളെ കോടതി ഇദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ നമുക്കും കുറ്റം പറയാം. കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് ഇതാണ് വേണ്ടത്. അതായത് നമുക്ക് ഈ ഫെമിനിസ്റ്റുകളെ ഒരിത്തിരി അങ്ങോട്ട് മാറ്റി നിർത്താം. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ടും ആ പുരുഷനെ അംഗീകരിക്കാൻ വയ്യാത്തവളുമാരും വീട്ടിൽ ആരെ അംഗീകരിക്കാത്തവരുടെ പേരാണ് ഫെമിനിസ്റ്റുകൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ ആരും മൈൻഡില്ല. പട്ടിയുടെ വില പോലും കൊടുക്കാതിരുന്നാൽ മതി. ഫെമിനിസ്റ്റുകൾ എന്ന പേര് കേട്ടിട്ട് കുറെ എണ്ണം തന്റേടികളായിട്ട് ഇറങ്ങി. തന്റേടി എന്നാണ് പറയേണ്ടത്. ഈ പണ്ടത്തെ കാലത്തൊന്നും ഇല്ലല്ലോ, ഇപ്പോഴാണ് ഇതൊക്കെ ഇറങ്ങിയിരിക്കുന്നത് തന്റേടിത്തരം കാണിക്കാനായിട്ട്. അതൊക്കെ അങ്ങ് മക്കൾ കയ്യിൽ വെച്ചാൽ മതി. പയ്യന്മാരെടുത്ത് പുരുഷന്മാരെടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും വില പോകില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് പബ്ലിസിറ്റി മേടിക്കുക. അല്ലാണ്ട് പുരുഷന്മാരുടെ അടുത്ത് വന്നിട്ട് പുരുഷന്റെ മേധാവിത്വം സ്ത്രീക്ക് വേണമെന്നും അല്ലെങ്കിൽ പുരുഷനോടൊപ്പം നിൽക്കണമെന്നൊക്കെ പറയുന്ന ഓക്കെ. അല്ലാണ്ട് പുരുഷന്റെ തലേ കയറി ഇരുന്നിട്ട് അവരെ ചെവി തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല മോളെ. നീയൊക്കെ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കേ എന്ന് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ.